സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് പണസംബന്ധമായ വലിയ ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഒരു കൂട്ടം വിശ്വാസികൾ ഒരുമിച്ച് കൂടി. അവരിലൊരാൾ വളരെ തീക്ഷ്ണതയോടെ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ ആരോ ഉറക്കെ മുട്ടുന്നത് കേട്ടു. സ്ഥലത്തുള്ള ഒരു കൃഷിവലൻ്റെ പുത്രനായ ബലിഷ്ഠഗാത്രനായ ഒരു യുവാവാണ് കടന്നു വന്നത്. "നീ വന്ന കാര്യമെന്ത്?" അവർ ചോദിച്ചു. "എൻ്റെ അച്ഛന് നിങ്ങളോടൊരുമിച്ച് പ്രാർത്ഥനാക്കൂട്ടത്തിൽ സംബന്ധിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതായിപ്പോയി. എന്നാൽ തൻ്റെ പ്രാർത്ഥനകൾ ഒരു കൈവണ്ടിയിലാക്കി ഇവിടെ കൊണ്ടുവരുന്നതിന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു" എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ മറുപടി. "നീ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ," ആ ഗ്രൂപ്പിൻ്റെ ലീഡർ പറഞ്ഞു. "നിങ്ങൾ വെളിയിലേക്ക് വന്ന് എൻ്റെ പിതാവ് തന്നയച്ചത് അകത്ത് കൊണ്ടുവരുന്നതിന് എന്നെ സഹായിക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും" എന്ന് അവൻ പ്രതിവദിച്ചു. അവർ ഇറങ്ങി കൈവണ്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ പിതാവിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞത് മത്സ്യമാംസാദികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒരു കെട്ട് വസ്ത്രങ്ങളും ആയിരുന്നു എന്നവർക്ക് മനസ്സിലായി. ഇത് അവർക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയതിൻ്റെ ഫലമായി പ്രാർത്ഥന കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ആ സ്നേഹിതനെ പോലെ പ്രവർത്തിക്കുവാൻ അവരെല്ലാവരും തയ്യാറായി. ഓരോരുത്തരും തങ്ങൾക്കുള്ള സമൃദ്ധിയിൽ നിന്ന് ആവശ്യത്തിലിരുന്ന ആ കുടുംബത്തെ സഹായിപ്പാനായി ഉദാരമായ സംഭാവനകൾ നൽകി. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആ കൂട്ടം പിരിഞ്ഞുപോയി. പ്രാർത്ഥനയും ധർമ്മവും എത്ര ചേർച്ചയുള്ള കാര്യങ്ങളാണ്. പ്രാർത്ഥന കൂടാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും ആത്മീയമായ യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് വരും. അതുപോലെ പ്രവൃത്തി കൂടാതെയുള്ള പ്രാർത്ഥന വെറും കപടഭക്തിയായും തീരാം. പ്രാർത്ഥനയും അതോടുകൂടെ പ്രവൃത്തിയും, അതാണ് ശരിയായ നിലപാട്. ദൈവഹിതത്തിന് അനുയോജ്യമായ വിധത്തിൽ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് പോകുമ്പോൾ അവ ദൈവം മുൻപാകെ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ശക്തിയുടെ ഉറവിടമായി തീരുന്നു. മറ്റൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥാനത്ത് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ വിശ്വാസവും പ്രവൃത്തിയും അഥവാ പ്രാർത്ഥനയും ധർമ്മവും ഒരുമിച്ച് തന്നെ പോകണം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. "അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, 'എന്താകുന്നു കർത്താവേ?' എന്ന് ചോദിച്ചു. അവൻ അവനോട്, 'നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു.'" പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പങ്കാളികളാകുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.